പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഒരിക്കൽ കൂടി ചോരയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ മൂന്നാം വാരം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള രഹസ്യമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇറാനെ കഠിനമായി പ്രഹരിക്കുന്നത് തുടരണമെന്നാണ് സൗദി രാജകുമാരൻ ട്രംപിനോട് നിരന്തരം ആവശ്യപ്പെടുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത്. 10 വർഷം മുൻപ് അന്തരിച്ച സൗദി രാജാവ് അബ്ദുള്ള ഒരിക്കൽ വാഷിംഗ്ടണിനോട് പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് മുഹമ്മദ് ബിൻ സൽമാനും ആവർത്തിക്കുന്നു. പാമ്പിൻ്റെ തല തല്ലിക്കൊല്ലുക. ഈ ഒരൊറ്റ വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പകയും തന്ത്രങ്ങളും മനസ്സിലാക്കണമെങ്കിൽ പശ്ചിമേഷ്യയിലെ പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയുടെ വേരുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആരംഭിച്ച ഈ യുദ്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഫെബ്രുവരി 28-ന് അയത്തുള്ള ഖമേനിയുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണത്തോടെ തുടങ്ങിയ ഈ പോരാട്ടം ഇതിനകം തന്നെ 2100-ലധികം മനുഷ്യജീവനുകൾ കവർന്നെടുത്തു കഴിഞ്ഞു. ഇതിൽ 13 അമേരിക്കൻ സൈനികരും ഉൾപ്പെടുന്നു എന്നത് ട്രംപിന് മേൽ ആഭ്യന്തരമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നിരുന്നാലും വാഷിംഗ്ടണിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ട്രംപിനെ പിന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. ഒരു വശത്ത് ലോകവിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് കുതിക്കുന്നു. മറുവശത്ത് ആഗോള വ്യാപാരത്തിൻ്റെ ജീവരക്തമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും സൗദി അറേബ്യയും UAEയും ഇറാനെ പൂർണ്ണമായും അടിച്ചമർത്തണം എന്ന ഉറച്ച നിലപാടിലാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വെറുമൊരു ശത്രുരാജ്യമല്ല, മറിച്ച് തങ്ങളുടെ പ്രാദേശിക ആധിപത്യത്തിന് ഭീഷണിയായ ഒരു ശക്തിയാണ്. സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട മതപരമായ വേർതിരിവും രാഷ്ട്രീയമായ കിടമത്സരവും ഈ ശത്രുതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. യമനിലും സിറിയയിലും ലെബനനിലും നടന്ന നിഴൽ യുദ്ധങ്ങൾ ഇപ്പോൾ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇറാൻ ദുർബലമായാൽ അത് സൗദി അറേബ്യയ്ക്ക് വലിയൊരു തന്ത്രപ്രധാനമായ വിജയമായിരിക്കും. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും ഇല്ലാതാകുന്നത് സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് റിയാദ് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ആലോചിക്കുമ്പോഴെല്ലാം ബിൻ സൽമാൻ അദ്ദേഹത്തിന് പുതിയ ആവേശം നൽകുന്നത്. പക്ഷേ ഈ തന്ത്രത്തിന് പിന്നിൽ വലിയൊരു അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇറാനെ തകർക്കാൻ സൗദി സഹായിക്കുന്നു എന്ന തിരിച്ചറിവ് ഇറാൻ വിപ്ലവ ഗാർഡുകളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ മരിക്കുമ്പോൾ അയൽരാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും നശിപ്പിക്കും എന്ന ഇറാൻ ഭീഷണി വെറും വാക്കല്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഡ്രോൺ ആക്രമണങ്ങൾ തെളിയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ സൗദിയിലെ റാസ് തനൂറയ്ക്ക് നേരെയും UAEയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങൾ റിയാദിന് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. യുദ്ധത്തിൻ്റെ കനലുകൾ സ്വന്തം മുറ്റത്തേക്ക് പറന്നെത്തുമ്പോഴും ഇറാൻ എന്ന പാമ്പിനെ അവസാനിപ്പിക്കാൻ ബിൻ സൽമാൻ കാട്ടുന്ന ധൈര്യം അത്ഭുതകരവും അതേസമയം ഭയാനകവുമാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വ്യക്തിപരമായ ഒരു പരീക്ഷണം കൂടിയാണ്. താൻ ഒരു മികച്ച ഇടപാടുകാരനാണെന്നും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവനാണെന്നും അവകാശപ്പെടുന്ന ട്രംപ് ഇപ്പോൾ തൻ്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ സൈനിക പ്രതിസന്ധിയിലാണ്. യുദ്ധം ജയിച്ചുവെന്ന് ഒരു നിമിഷം പറയുമ്പോഴും തൊട്ടടുത്ത നിമിഷം കഠിനമായ പോരാട്ടങ്ങൾ ഇനിയുമുണ്ടെന്ന് തിരുത്തുകയും ചെയ്യുന്ന ട്രംപിൻ്റെ രീതി ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ മാത്രമേ താൻ തീരുമാനമെടുക്കൂ എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ആ തീരുമാനങ്ങളിൽ സൗദി രാജകുമാരൻ്റെ ഉപദേശങ്ങൾ എത്രത്തോളം നിർണായകമാകുന്നു എന്നതാണ് ലോകം ഭീതിയോടെ നോക്കുന്നത്. സഖ്യകക്ഷിയായ ജപ്പാനും ഓസ്ട്രേലിയയും പോലും ഹോർമൂസ് കടലിടുക്കിലേക്ക് കപ്പലുകൾ അയക്കാൻ വിസമ്മതിക്കുമ്പോഴും ട്രംപ് കൂടുതൽ സൗദി പക്ഷത്തേക്ക് ചായാനുള്ള സാധ്യതയേറെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പും നിസ്സാരമല്ല. അയത്തുള്ള ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം കൂടുതൽ തീവ്രമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇറാന്റെ ആണവ ഇന്ധന ശേഖരം ഇനിയും പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ പരാജയപ്പെട്ടേക്കാം എന്നതിൻ്റെ സൂചനയാണ്. ടെഹ്റാനിലെ എണ്ണ സംഭരണികൾ തകർത്തതിന് പകരമായി മേഖലയിലെ എല്ലാ അമേരിക്കൻ കമ്പനികളെയും ആക്രമിക്കുമെന്ന് ഇറാൻ വിപ്ലവ ഗാർഡുകൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം വെറുമൊരു രാജ്യത്തെ തകർക്കലല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. ശ്രീലങ്കയെ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ധന പ്രതിസന്ധി മൂലം പ്രവൃത്തി ദിവസങ്ങൾ കുറയ്ക്കാൻ നിർബന്ധിതരായത് ഇതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ യുദ്ധം എവിടെ അവസാനിക്കും എന്നത് പ്രവചനാതീതമാണ്. മുഹമ്മദ് ബിൻ സൽമാന്റെ ആഗ്രഹപ്രകാരം ഇറാൻ പൂർണ്ണമായും തകർക്കപ്പെടുമോ, അതോ വിയറ്റ്നാമിനെയോ അഫ്ഗാനിസ്ഥാനെയോ പോലെ അമേരിക്കയ്ക്ക് ഇതൊരു ഒരിക്കലും അവസാനിക്കാത്ത ശാപമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ ബിൻ സൽമാൻ പറയുന്നത് പോലെ പാമ്പിൻ്റെ തല തല്ലിക്കൊല്ലുന്ന പ്രക്രിയയ്ക്കിടയിൽ ലോകം മുഴുവൻ ആ വിഷം പടരാനും സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ അധികാരക്കളിയിൽ വിവേകത്തെക്കാൾ കൂടുതൽ പകയാണ് ഇന്ന് വിധി നിർണ്ണയിക്കുന്നത്. യുദ്ധം ജയിക്കുക എന്നതിലുപരി സമാധാനം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ ലോകത്തിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.